ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കേസിന് അന്തർ സംസ്ഥാനവും അന്താരാഷ്ട്രവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് ശുപാർശ. സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ കട്ടത് ഓരോ ദിവസവും അന്വേഷിച്ചു വരുമ്പോൾ കട്ട മുതലിൻ്റെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് വരുമ്പോൾ ഈ പറയുന്ന പോലെ പുരാവസ്തു അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് എത്തിയിരിക്കുകയാണ്. ഈ കട്ട മുതലൊക്കെ രാജ്യം കടന്നു എന്നുള്ളൊരു ആശങ്ക ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷമടക്കം ഉന്നയിച്ചൊരാവശ്യവും അതുതന്നെയായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? ശ്രീജ, തീർച്ചയായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കളവിന്റെ അല്ലെങ്കിൽ ഈ കൊള്ളയുടെയൊക്കെ ഒരു വ്യാപ്തി വെളിവാക്കുന്ന തരത്തിലാണ്. ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേരത്തെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരാവസ്തു മാഫിയയുമായി സ്വർണ്ണക്കൊള്ളയ്ക്ക് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള സംശയത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം CBI അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നിലവിലേതായാലും ഇന്റലിജൻസ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ചീഫ് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഈ CBI അന്വേഷിക്കണമെന്നാണ് നിലവിൽ ഉൾപ്പെടുന്ന ആവശ്യം. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. കാരണം ഈ പുരാവസ്തു കടത്തുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. അതൊരുപക്ഷെ ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അത് CBIയിലേക്ക് ഒരു അന്വേഷണം നീളണമെന്ന ആവശ്യമൊക്കെ തന്നെ ഏതായാലും നിലവിൽ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉടൻ കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഈ ദ്വാരപാലക പാളികളിലുള്ള സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അത് കൂടാതെയുള്ള വ്യാളി രൂപങ്ങളിലുള്ള ഉൾപ്പെടെയുള്ള സ്വർണം നിലവിൽ കാണാതായിട്ടുണ്ട്. അതും ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതും ആ സ്വർണവും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വിവരമൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഏതായാലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും മൊഴിയെടുപ്പിലേക്കും ഒക്കെ അന്വേഷണ സംഘം കടക്കേണ്ടതുണ്ട്. കടകംപള്ളിയുടെ ഉൾപ്പെടെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാത്തതിനെയൊക്കെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലൊരു വിവാദത്തിലേക്കൊക്കെ കടക്കുന്ന തരത്തിൽ ഈ പോറ്റിയുമുള്ള കൂടിക്കാഴ്ചയിൽ അടൂർ പ്രകാശ് ഇത്തരത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നത് സംബന്ധിച്ച് വിവാദങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പോക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും അവസാനിക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു വ്യക്തതയുമില്ലാതെ എന്താകും എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാനുള്ള ഒരു വ്യക്തത നിലവിൽ ഏതായാലും ഇല്ല. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ഈ അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാനങ്ങളൊക്കെ തന്നെ ഈ കേസിനുള്ളതിനാൽ CBI അന്വേഷിക്കണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ ഒന്നിച്ചിരുത്തി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സെപ്പറേറ്റ് ചെയ്ത സ്വർണം അത് ആരുടെ പക്കലാണുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. കാരണം തെളിവുകൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ ശേഖരിച്ചില്ലെങ്കിൽ അത് മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ദുഷ്കരമാകും എന്നുള്ളൊരു കാര്യം അത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശ്രമകരം തന്നെയല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഈ സ്വർണം എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം ഇതുവരെ കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എത്ര സ്വർണം മോഷണം പോയി എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ഇപ്പോഴും അന്വേഷണമൊക്കെ തന്നെ തുടരുകയാണ്. കൃത്യമായ രീതിയിൽ ഈ തെളിവുകളൊക്കെ ആവശ്യമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണമൊക്കെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഒരു നിസ്സഹകരണം, അന്വേഷണവുമായി ബന്ധപ്പെട്ട നിസ്സഹകരണം തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഈ തെളിവ് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിൽ ഏതായാലും ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഇത്തരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ തെളിവ് കണ്ടെത്തുക അല്ലെങ്കിൽ ഈ മൊഴികളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കോടതിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരും നൽകിയിട്ടുള്ള ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിനുമായി ബന്ധപ്പെടുന്ന ആ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ള ഏതായാലും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ തെളിവുകൾ കണ്ടെത്താതെ ഈ എത്ര സ്വർണ്ണമാണ് കളവ് പോയത്, ആ സ്വർണം തിരിച്ചു കിട്ടാതെ വീണ്ടെടുക്കാതെ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി മുന്നോട്ടു പോകുന്ന കാര്യം അല്ലെങ്കിൽ ഈ കേസ് എത്രത്തോളം ബലപ്പെടുമെന്നുള്ള കാര്യം ഒക്കെ തന്നെ സംശയത്തിലാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഉള്ളത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ കേസിലെ മറ്റ് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളവരുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ ഇത് ചെന്നൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിൽ ഉൾപ്പെടെയുള്ള ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി അവിടെ നിന്നും കൃത്യമായ രീതിയിലുള്ള ഈ തെളിവുകളൊക്കെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ ഈ കേസ് കോടതിയിൽ ഈ കേസ് നമുക്ക് ഇത്തരത്തിൽ ബലത്തിൽ നിൽക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കാര്യം. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റു പ്രതികളുടെയും ഒക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിലവിലേതായാലും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇനിയുള്ള മറ്റ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണ സംഘം കടക്കും. ശരി, ആതിര. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്നൊരു ആവശ്യം. കേസിന് അന്തർസംസ്ഥാനവും അന്താരാഷ്ട്രവുമായി ബന്ധമുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് അവർ നൽകുന്ന ശുപാർശ. വിവരങ്ങളുമായി ഇപ്പം ശരിയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.